പുതിയ സീരീസുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ സെഗ്മെന്റിന്റെ ഉദ്ദേശം. അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞ് അണ്ടർ റേറ്റഡ് എന്ന വാക്കിന്റെ ഒരു വില തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഈ വീഡിയോന്റെ തമ്പനയിൽ കണ്ട കാര്യം സത്യം തന്നെയാണ്. 2020 ഇറങ്ങിയ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നിയ, ആരും തന്നെ ചർച്ച ചെയ്യാത്ത ഒരു സീരീസാണ് ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും മറ്റുള്ള യൂട്യൂബ് ചാനലായാലും ആരും ഇതുവരെ ചർച്ച ചെയ്യാത്ത അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാത്ത ഒരു വെബ് സീരീസ് ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന വെബ് സീരീസ് ആണ് സ്നോപിയേഴ്സർ. 2020 ഈ സീരീസിന്റെ ആദ്യത്തെ സീസൺ എയർ ചെയ്യുന്നത്. 10 എപ്പിസോഡുകളുള്ള സീസൺ ഫസ്റ്റ് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് ഇപ്പോൾ. ഈ സീരീസിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് ഉണ്ട്. അതായത് ഇതിന്റെ സെക്കൻഡ് സീസണുമായി ബന്ധപ്പെട്ട ഉള്ളൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആണ്. അത് നമ്മുടെ വീഡിയോന്റെ അവസാനമുള്ള ട്രിവിയ സെക്ഷനിൽ നമുക്ക് റിവീൽ ചെയ്യാം. അപ്പൊ ട്രിവിയ സെക്ഷന് വേണ്ടി എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ സീരീസിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കാം. ലാസ്റ്റ് ഇയറിലെ മികച്ച സംവിധായകനുള്ള ഓസ്കാർ കിട്ടിയ ബോങ് ജൂൺ ഹോനെ എല്ലാവർക്കും അറിയാമല്ലോ. ബോങ് ജൂൺ ഹോ 2013 സംവിധാനം ചെയ്ത ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിന്റെ പേരും സ്നോപിയേഴ്സർ തന്നെയാണ്. വളരെ ഒരു അതിസങ്കീർണമായ ഒരു സിനിമ തന്നെയായിരുന്നു സ്നോപിയേഴ്സർ. വളരെ അണ്ടർ റേറ്റഡ് ആണ് ആ സിനിമ. ആ സിനിമനെ കുറിച്ച് നമുക്ക് കൂടുതൽ വേറെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത്രയ്ക്കുണ്ട് അതിനെ കുറിച്ച് പറയാൻ. ബോങ് ജൂൺ ഹോന്റെ ഒരു മാസ്റ്റർ പീസ് വർക്കായിരുന്നു അത്. ഒരു വേറെ ഒരു ലോകം തന്നെ ആ സിനിമയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബോങ് ജൂൺ ഹോ. ഞങ്ങൾ ഈ സിനിമ പണ്ട് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യമാണ്. കാരണം ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വേൾഡ് ഒരു 2 മണിക്കൂറുള്ള ഒരു സിനിമയിൽ കാണിക്കേണ്ടതല്ലല്ലോ എന്ന് ഞങ്ങൾക്ക് അന്നേ തോന്നിയതാണ്. അത് ഈ വർഷം സത്യമായി. സ്നോപിയേഴ്സർ എന്ന ആ ഒരു സെയിം പ്ലോട്ടാണ് ഇവിടെ സീരീസ് ആയി വരുന്നത്. ഇനി എന്താണ് സ്നോപിയേഴ്സർ എന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് സ്നോപിയേഴ്സർ മുന്നോട്ട് വെക്കുന്ന ആശയം, ഒരു ബേസിക് ഐഡിയോളജി എന്താണ് ഈ സീരീസിന് പിന്നിൽ എന്ന് നോക്കാം. ഇപ്പൊ നമ്മുടെ സൊസൈറ്റി തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിനെ പല ലെവൽസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മുകളിലുള്ളവര്, അധികാരം കയ്യിലുള്ളവരും, നമ്മളെല്ലാം ഭരിക്കുന്ന ആൾക്കാരും, അതിന് തൊട്ട് താഴെ ഈ അധികാരമുള്ളവരെയെല്ലാം സ്വാധീനിക്കാൻ പ്രാപ്തമായ ഈ സൊസൈറ്റിയിലെ ഏറ്റവും കൂടുതൽ പൈസയുള്ള ആൾക്കാർ, അതായത് റിച്ച് പീപ്പിൾ ഓഫ് ദി സൊസൈറ്റി. പിന്നെയും താഴോട്ട് വന്നു കഴിഞ്ഞാൽ മൂന്നാമതുള്ളത് വർക്കിംഗ് പീപ്പിൾ, അതായത് മിഡിൽ ക്ലാസ് എന്ന് വിളിക്കുന്ന ഇവരുടെ എല്ലാവരുടെയും ജോലി ചെയ്യുന്ന ആൾക്കാർ. ഇനി അവസാനമുള്ളതാണ് അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാതെ ജീവിക്കുന്ന നമ്മുടെ സൊസൈറ്റിയിലുള്ള ഏറ്റവും പാവങ്ങളായ ആൾക്കാർ. ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുക. ഈ സൊസൈറ്റിയിലെ എല്ലാ ലെവൽസിലുള്ള ആൾക്കാരും ഒരു വലിയൊരു വീട്ടിനകത്ത് ഒരുമിച്ച് താമസിക്കുകയാണെന്ന് ഒന്ന് വിചാരിക്കുക. ഇവരെല്ലാം ആ വീടിനുള്ളിൽ ലോക്കാണ്, പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥ. അങ്ങനെ ആവുമ്പോൾ ഈ അധികാരമുള്ളവനും അധികാരമില്ലാത്തവനും നേർക്ക് നേര് നിന്ന് കാണുന്ന ഒരവസ്ഥ. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? ഈ അധികാരമുള്ളവന്റെയും ഈ വലിയ പൈസക്കാരുടെയും അടിച്ചമർത്തലിന് ഒരു മറുപടി ഈ സൊസൈറ്റിയുടെ ഏറ്റവും അടിയിലുള്ള ആൾക്കാർക്ക് ഈ അടിച്ചമർത്തലിനെതിരെ എന്ത് ചെയ്യാൻ സാധിക്കും? ഇതാണ് സ്നോപിയേഴ്സറിന്റെ ഒരു ബേസിക് ഐഡിയോളജി എന്ന് പറയാം. സീരീസിന്റെ പ്ലോട്ട് ഇങ്ങനെയാണ്. ഗ്ലോബൽ വാർമിങ്ങിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഏതാനും സയന്റിസ്റ്റുകൾ ചേർന്ന് പ്രതിരോധമുണ്ടാക്കുകയും അത് പാളിപ്പോകുന്നത് വഴി ഈ എർത്ത് ഒരു ശീതീകരിച്ച ഒരു സ്റ്റേറ്റിലേക്ക് മാറുകയുമാണ്. അതായത് അറ്റ്മോസ്ഫിയറിൽ -70 -80 സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ പോവുകയാണ്. അങ്ങനെ ഈ എർത്ത് ഒരു വാസയോഗ്യമല്ലാത്ത ഒരു സ്ഥലമായി മാറുന്നു. അപ്പോക്കലിപ്സ് പോലത്തെ ഒരു ഫിനോമിനോൺ സംഭവിക്കുന്നു എർത്തിൽ. ഈ ഒരു അവസരം മുന്നിൽ കണ്ട് വിൽഫ്രഡ് എന്ന വലിയ ധനികനായിട്ടുള്ള ഒരാള് ഒരു ട്രെയിൻ ഉണ്ടാക്കുകയാണ്. അതായത് 1001 ബോഗികളുള്ള ഒരു ട്രെയിൻ ഉണ്ടാക്കുകയാണ്. നമ്മൾ നേരത്തെ ഒരു ഐഡിയോളജി പറഞ്ഞു, എല്ലാ സൊസൈറ്റിയിലുള്ള ആൾക്കാരും ഒരു വലിയൊരു വീടിനകത്ത് താമസിക്കുന്നത് പോലെ എന്ന് പറഞ്ഞു. ഇവിടെ വീടല്ല, പകരം ഒരു ട്രെയിനാണ്. അങ്ങനെ ഈ വിൽഫ്രഡിന്റെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാനും ആൾക്കാരെ ഈ ട്രെയിനിൽ കയറ്റിയിട്ട് ഈ ലോകം മുഴുവൻ സഞ്ചരിക്കാവുന്ന ഒരു റെയിൽ പാളം ഓൾറെഡി വിൽഫ്രഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയമാവുമ്പോഴേക്കും ഒരു എറ്റേണൽ എഞ്ചിൻ എന്ന് പറഞ്ഞൊരു എഞ്ചിനാണ്. അതായത് ഈ -ഡിഗ്രിയിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്
ഈ ട്രെയിൻ സഞ്ചരിക്കുന്ന കാലത്തോളം ഈ എൻജിൻ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ എൻജിൻ ഒരിക്കലും നിൽക്കില്ല. എൻജിൻ സ്റ്റോപ്പായി കഴിഞ്ഞാൽ ട്രെയിനിനകത്തുള്ള ടെമ്പറേച്ചർ കൺട്രോൾ സ്റ്റോപ്പ് ചെയ്യും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ ട്രെയിനിന്റെ ഉള്ളിലുള്ള എല്ലാവരും മരിക്കുകയും ചെയ്യും. അതാണ് ഈ ട്രെയിനിന്റെയും എറ്റേണൽ എൻജിൻ എന്ന് വിളിക്കുന്ന ഈ ട്രെയിനിന്റെ എൻജിന്റെയും ഒരു പ്രത്യേകത. അതായത് ഈ സൊസൈറ്റിയിലുള്ള എല്ലാ ആൾക്കാരിനെയും ഈ 1001 ബോഗികളുള്ള ഈ ട്രെയിനിനുള്ളിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. ട്രെയിൻ എന്ന് കേൾക്കുമ്പോൾ ഒരു സാധാരണ ഒരു ട്രെയിനൊന്നും അല്ല. അതിനുള്ളിൽ ഇനി ഇല്ലാത്ത ഒന്നും തന്നെ ഇല്ല. സൂ മുതൽ ഈ എല്ലാ ആൾക്കാർക്കും വർഷങ്ങളോളം ഭക്ഷിക്കാനുള്ള ഫുഡ് വരെ അതിനുള്ളിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു ട്രെയിനാണിത്. അപ്പൊ ഈ ട്രെയിനിലും ഈ ലെവൽസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 1, 2, 3 എന്ന ലെവൽസ് ആയിട്ട് ഈ ട്രെയിനിനെ തരംതിരിച്ചിട്ടുണ്ട്. ആദ്യമുള്ളവർ ഫസ്റ്റ് ക്ലാസ് ആണ്. അവർക്ക് ലക്ഷറി ലൈഫാണ് അവർ ജീവിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഓരോ ലെവല് താഴുമ്പോഴും അവരുടെ ജീവിത രീതി മോശമായി വരികയാണ്. അങ്ങനെ ട്രെയിനിന്റെ ഏറ്റവും അവസാനമുള്ളവരാണ് ടേലീസ് എന്ന് വിളിക്കുന്ന ആൾക്കാരുള്ളത്. അവിടെയാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ ജീവിക്കുന്നത്. ഇനി നമുക്ക് ആരൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സ് നോക്കാം. അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ സീരീസിൽ മെയിൻ ആയിട്ട് സംഭവിക്കുന്നത്, എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ഒരു സ്പോയിൽ ഫ്രീ ആയിട്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. സീരീസിൽ മെയിൻ ആയിട്ട് 2 ക്യാരക്ടറിനാണ് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത്. ഒന്ന് ആന്ദ്രെ ലൈറ്റൺ എന്ന പോലീസ് ഓഫീസർ ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറും, രണ്ടാമത് ഈ ട്രെയിനിന്റെ ഓൾ ഇൻ ഓൾ ആയ മെലനി എന്ന ക്യാരക്ടർ. ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിൽഫ്രെഡിനെ എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റും പേടിയും ഒക്കെയാണ്. കാരണം വിൽഫ്രെഡിന്റെ ആണല്ലോ ട്രെയിന്. അതുകൊണ്ട് തന്നെ വിൽഫ്രെഡിന് എല്ലാവർക്കും നല്ല പേടിയുണ്ട്. അത് ഇവരുടെ എല്ലാം പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ വിൽഫ്രെഡ് എഞ്ചിൻ റൂമിൽ മാത്രമാണ് ഇരിക്കുക. എഞ്ചിൻ റൂം വിട്ട് പുറത്തേക്കൊന്നും വിൽഫ്രെഡ് വരികയില്ല. വിൽഫ്രെഡുമായിട്ട് ആകെ കോണ്ടാക്ട് ഉള്ളത് മെലനിക്കാണ്. അങ്ങനെ മെലനിയാണ് ആക്ച്വലി ഈ ട്രെയിനിനെ പ്രശ്നങ്ങളൊന്നും കൂടാതെ നിലനിർത്തി പോകുന്നത്. അങ്ങനെ 7 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇവര് ആദ്യമായിട്ട് ഷിക്കാഗോന്ന് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ പറയുന്നുണ്ട് ഇറ്റ്സ് ബീൻ 7 years എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് പ്രശ്നമെന്ന് നോക്കാം. സ്വാഭാവികമാണ്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഈ എല്ലാ സൊസൈറ്റിയിലുള്ള ആൾക്കാരെയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് വിട്ടു കഴിഞ്ഞാൽ ഇവര് ഈ അനീതിയും ഈ അടിച്ചമർത്തലൊക്കെ നേരിട്ട് കാണുമ്പോൾ അവർക്ക് പല വികാരങ്ങളും അതിൽ നിന്നുണ്ടാവും. അത് ഒരു ഭാഗത്ത്. പിന്നെ ഉള്ളത് ഈ ഫസ്റ്റ് ക്ലാസ്സിലെ വളരെ റിച്ച് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ഈ ട്രെയിനിന്റെ അധികാരത്തിൽ നല്ലൊരു നോട്ടമുണ്ട്. അപ്പൊ അവരുടെ ചില കുത്തിത്തിരിപ്പുകളും പിന്നെ അടിച്ചമർത്തപ്പെട്ടവരുടെ റവല്യൂഷനും അങ്ങനെയുള്ള സംഭവ ബഹുലമായ കാര്യങ്ങളാണ് ഓരോ എപ്പിസോഡിലും നമുക്ക് കാണാൻ സാധിക്കുക. സീരീസിന്റെ പോസിറ്റീവ്സ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ബോങ് ജൂൺ ഹോ ഉണ്ടാക്കിയ ഒരു വേൾഡാണിത്. ആ വേൾഡിന്റെ പോസിബിലിറ്റീസ് ഒരു സിനിമ കൊണ്ടൊന്നും ഒരിക്കലും നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ സീരീസ് എന്ന ഐഡിയയിലേക്ക് എത്തിയതും. ജെനിഫർ കോനലിയുടെ ആക്ടിംഗ് ആണ് എടുത്തു പറയേണ്ടത്. മെലനി എന്ന ക്യാരക്ടർ ഒരു രക്ഷയുമില്ലാതെയാണ് സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത്. ജെനിഫറെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ ചെയ്തൊരു നടിയാണ് ജെനിഫർ. റിക്കം ഫോർ എ ഡ്രീം ഒക്കെയാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്. പിന്നെ പോസിറ്റീവായി തോന്നിയത് ഒട്ടും തന്നെ നമ്മളെ ലാഗ് അടിപ്പിക്കുന്നില്ല. ഒരു എപ്പിസോഡിലും ഒന്നും തന്നെ നടക്കാതെ പോകുന്നില്ല. 10 എപ്പിസോഡ് ഉണ്ടെങ്കിൽ ആ 10 എപ്പിസോഡിലും ഈക്വലി എല്ലാ എപ്പിസോഡിലും സ്റ്റോറിയുടെ ഡെവലപ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കാണുന്നവർക്ക് ഒട്ടും തന്നെ ലാഗ് അനുഭവപ്പെടുന്നേ ഇല്ല. ഒരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയത്, അതായത് ഇത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണെങ്കിലും അമേരിക്കയിലെ TNT എന്ന നെറ്റ്വർക്കാണ് ഈ സീരീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സീസൺ ആയതുകൊണ്ടായിരിക്കാം VFXനും അനിമേഷനും ഒക്കെ നമുക്കൊരു മാസ്റ്റർ പീസ് വർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ വളരെ മികച്ച VFXും അനിമേഷനും ഒക്കെ തന്നെയാണ്. എന്നാലും ഈ ചില ഡീറ്റെയിലിംഗിൽ വന്ന പോരായ്മകൾ ബഡ്ജറ്റിന്റെ ഒരു അഭാവം ആണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. മേ ബി സെക്കൻഡ് സീസണിൽ ഇവരത് ശരിയാക്കുമായിരിക്കും. നോക്കാം നമുക്ക്. ഈ സീരീസിന്റെ ടാർഗറ്റ് ഓഡിയൻസ് ഉറപ്പായിട്ടും സയൻസ് ഫിക്ഷൻ ഇഷ്ടപ്പെടുന്ന ആർക്കും തന്നെ ഈ സീരീസ് ധൈര്യമായിട്ടിരുന്ന് കാണാം. സയൻസ് ഫിക്ഷൻ, ഡ്രാമ എന്നീ ജോൺറയിലാണ് ഈ സീരീസ് ഉള്ളത്. സയൻസ് ഫിക്ഷന്റെ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ സീരീസ് കണ്ടിരിക്കണം. മല്ലു ഫ്ലിക്സിന്റെ ഇംപ്രഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില സീരീസുകളുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ അതിന്റെ പ്ലോട്ട് വളരെ യുണീക്കാണെന്ന് നമുക്ക് തോന്നാറുമുണ്ട്. അങ്ങനെ ഒരു സീരീസ് തന്നെയാണ് സ്നോ പിയേഴ്സർ. അതിലൊരു സംശയവുമില്ല. മല്ലു ഫ്ലിക്സിന് പറയാനുള്ളത് ഒരു കാര്യമാണ്. ആദ്യം സിനിമ കാണാൻ ശ്രമിക്കുക. 2013 ഇറങ്ങിയ ബോങ് ജൂൺ ഹോന്റെ സ്നോ പിയേഴ്സർ കാണാൻ ശ്രമിക്കുക. അത് കണ്ടു കഴിഞ്ഞിട്ട് ഈ സീരീസ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് വർദ്ധിക്കാൻ അത് സഹായിക്കുന്ന ഉറപ്പാണ്. വീഡിയോന്റെ ആദ്യം മെൻഷൻ ചെയ്ത ട്രിവിയ സെക്ഷനിലേക്ക് പോവാം. എന്താണ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്? സ്നോ പിയേഴ്സറിന്റെ ഫസ്റ്റ് സീസണിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് സെക്കൻഡ് സീസണിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ ഈ ഷോന്റെ പ്രൊഡ്യൂസേഴ്സ് തീരുമാനിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ 20 എപ്പിസോഡായിട്ടാണ് ഇത് മൊത്തം ഇപ്പൊ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യത്തെ 10 എപ്പിസോഡ് ഫസ്റ്റ് സീസണിലും സെക്കൻഡ് സീസണിലുള്ള 10 എപ്പിസോഡ് ഓൾറെഡി ഷൂട്ടിംഗ് എല്ലാം അവസാനിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഉടനെ തന്നെ ഒരു സെക്കൻഡ് സീസൺ നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് സീസൺ അവസാനിപ്പിച്ചതും അങ്ങനെ ഒരു സീനിലാണ്. നമുക്കിനി സെക്കൻഡ് സീസണിന് വേണ്ടി കാത്തിരിക്കാം. സീരീസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളോട് ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.